Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. First part. അത് വീണ്ടും പോയോ എൻ്റെ പൊന്നെ. Most exciting part. രസമുണ്ടോ? ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കാണിക്കണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ് ആസ് ബ്രൈഡ്സ്മെയ്ഡ്. അപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ട് റിയന്റെ കല്യാണമാണ്. അപ്പം ഞങ്ങളാണ് ബ്രൈഡ്സ്മെയ്ഡ്. എല്ലാവരും ഇപ്പം കാണുന്നില്ല, പക്ഷേ ലാസ്റ്റ് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വരും. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എല്ലാവർക്കും റിയ സെയിം മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഡിഫറൻറ്റ് സ്ഥലത്തുനിന്നാണ് സ്റ്റിച്ച് ചെയ്തത്. കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഞങ്ങൾ എല്ലാവരും സെയിം കളർ പക്ഷെ ഡിഫറെൻറ്റ് പാറ്റേൺ ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുങ്ങാം. അപ്പം എനിക്ക് കാര്യമായിട്ട് ഒരുങ്ങാനൊന്നുമില്ല. ഈ റൂം കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഗേൾസ് എല്ലാവരും ഒരേ റൂമിലാകുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവുന്നത് കൊണ്ട് ഞാൻ വേറെ റൂം എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിന് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഇത് വൈശാഖിൻ്റെയും വൈഫിൻ്റെയും റൂമായിരുന്നു. ഞാൻ അവരെ പുറത്താക്കി ഈ റൂം എടുത്തതാണ്. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞ വൈസ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഇല്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ബ്യൂട്ടി ബ്ലോഗർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് ബ്യൂട്ടി വന്നിട്ട് പിന്നെ ബ്യൂട്ടി ബ്ലോഗ് തുടങ്ങാം. എന്ന് പറഞ്ഞാൽ എൻ്റെ സൺസ്ക്രീമാണ്. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2nd ഡിസംബർ, 3rd ജാനുവരിയാണ്. ജാനുവരി ഫസ്റ്റ് ബ്ലോഗാണ്. ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി കേട്ടോ. സോ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഫുൾ ഡ്രസ്സ് ഞാൻ വേണേ കാണിക്കാം. ബാക്കി മേക്കപ്പ് നേരത്തെ മറന്ന ഒരു കാര്യം കേട്ടോ, ലിപ് ബാം. അത് കുറച്ച് നേരത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് സ്റ്റിക്ക് ഓൺ ആവാത്ത പോലെ, അതായത് അത് വേഗം പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ കണ്ണ് എഴുതാട്ടോ. പക്ഷെ ഞാനിപ്പോൾ ക്യാമറ നോക്കി കണ്ണെഴുതിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ട് കാണിക്കും. ഒരു ടൈമിൽ സ്ട്രെസ് മേക്കപ്പ് ചെയ്യുന്നോണ്ടാണെന്ന് അറിയത്തില്ല. കണ്ടോ, ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ആവുന്നതാണ്. ജസ്റ്റ് മേക്കപ്പ് ബെസ്റ്റ്. ഫസ്റ്റ് പാർട്ട് ഇത് കളയലാണ് കേട്ടോ. ഭയങ്കര പണിപ്പാട്. എൻ്റെ ദൈവമേ, സമയമില്ലാത്ത സമയത്താണല്ലോ അതൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം. ആദ്യം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. ഈ വെറ്റ് വൈപ്സ് കണ്ടോ, ഇവിടുന്ന് ഓപ്പൺ ചെയ്യേണ്ടതിന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ അതെടുത്ത് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സിൻസിയർ താങ്ക്സ് വൈശാഖായിട്ട് മോനിൻ്റെ എപ്പോഴും എടുക്കാൻ എപ്പോഴും പുറത്താണെങ്കിൽ കമ്പനി പുറത്താക്കി. അപ്പം ഇതാണ് കേട്ടോ വെറ്റ് വൈപ്സ്. നമ്മൾ എനിക്കിട്ട് വലിയ ശീലമൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഇത് ഇങ്ങനെയൊന്നും അല്ല ഇട്ട് കൈസ് ഇതിടുന്നത്. ഞാനിത് ഇട്ടിട്ട് ഞാൻ ഭയങ്കര ശ്രദ്ധിക്കും. ഞാൻ അത് എഴുതി കഴിഞ്ഞു. മനസ്സിലാവുന്നതോ എനിക്കറിയില്ല. മെയിൻ ഇഷ്ടമുള്ള പാർട്ട് ലിപ്സ്റ്റിക്.
ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. പറ്റുന്നില്ല, പറ്റില്ല. അങ്ങനെ പണ്ടൊന്നും ഞാനങ്ങനെ എനിക്കറിയത് കാണാൻ വൃത്തിയില്ല. പക്ഷെ ലിപ്സ്റ്റിക് എടുക്കുകയാണോ ഞാൻ എന്തോരം സ്വെറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ധൃതി പിടിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്. എന്നാലും ഭയങ്കര സെറ്റിങ്ങാണ്. ഞാൻ എന്തിനൊക്കെ ചെയ്യുന്നതെന്നുള്ള കൺഫ്യൂഷൻ ആകുന്നത്. ഭയങ്കര സെറ്റിങ്ങാണ്. ഞാൻ ഈ സൺസ്ക്രീൻ വെച്ച് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ ലൈറ്റ് അത് വീണ്ടും പോയോ എന്റെ പൊന്നെ. ഓക്കെ കഴിഞ്ഞു. ഇതൊക്കെ ആക്സസറീസ് വാച്ച് ഒരു എലഗൻറ്റ് അല്ല അത് കെയർ ചെയ്തു. I think I'm taking so much stress doing this video. സ്ഥിരം ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഇത്ര ലോങ് ഹെയർ ആണ് എനിക്ക്. പക്ഷെ എപ്പോഴും ചെയ്ത ഹെയർ സ്റ്റൈൽ പൊടിക്കൽ ആക്സസറീസ് ഞാൻ ഇതിനു വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. ആരെങ്കിലും കൊണ്ട് ഇത് ഊരിപ്പിക്കുമല്ലോ. രണ്ടും കൂടി ഇല്ല. പക്ഷെ ഇയറിങ്സിന്റെ ബാക്കിലുള്ള സംഭവം എൻ്റെ തന്നെ റൂലാണുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ അത് എൻ്റെ മാച്ചിങ് ആണ്. അപ്പം എനിക്കതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ചെയ്യണം. ഓക്കെ അത് ഡോൺ മൈൻഡ് അപ്പം ഇത്രയേ ഉള്ളൂ. സോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഫുൾ ഡ്രസ്സൊക്കെ കാണിക്കാം. സോ ദാറ്റ്സ് ഗൈസ് ബൈ ബൈ. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ട് നേരെ ജോണിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ട് കേൾക്കായിരുന്നു പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസ് കേട്ടോ. പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വെള്ളയപ്പവും ചിക്കൻ കറിയും പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് എൻ്റെ മാരകമായ ലിപ്സ്റ്റിക്കിൻ്റെ വേർഷൻ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജോണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക കേട്ടോ. അങ്ങനെയല്ല, ഞങ്ങളെ അവർ പള്ളിയിൽ കൊണ്ടാക്കും. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം റെഡി ആവുന്നുണ്ട്. ഇതാണ് കേട്ടോ റിയൻ്റെ മന്ത്രകൂടിയൊക്കെ. റിയ ഞങ്ങളോട് നേരത്തെ തന്നെ ബൊക്കെയൊക്കെ അവളോട് ചോദിച്ചു വാങ്ങണം, ഇല്ലെങ്കിൽ മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈ കിട്ടുന്നോടം വരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എങ്ങനെയായിരിക്കും ഇതെന്ന് അറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ജോണിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings, so loud as the hours. ശരിക്കും ഇപ്പോഴാണ് കേട്ടോ റിയനെ ഒരു കൺകുളിർക്കെ കാണുന്നത്. ഭയങ്കര അടിപൊളിയായിരുന്നു. കോസ്റ്റ്യൂമൊക്കെ മേക്കപ്പൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ഭയങ്കര നന്നായിട്ട് നോക്കുമായിരുന്നു. പിന്നെ നിരത്തി പിടിച്ച് തലങ്ങും വിലങ്ങും എങ്ങനെയൊക്കെയോ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞെങ്കിൽ ജോൺ റിയൻ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എൻഗേജ്മെൻറ്റും കല്യാണത്തിനും ഒക്കെ ഞങ്ങൾ പോയി തകർത്തിട്ട്. റിയൻ ജോണൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു അന്നത്തെ ദിവസം.
റിയയും ജോണും കുറേ ഫോട്ടോസ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നോക്കിയാലോ? എങ്ങോട്ടി പോണേ? അങ്ങനെ കറങ്ങാൻ. ഈ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര പ്രകടനമായിരുന്നു. റിയയും ജോണൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുക. റിയേൻ്റെ ഡ്രസ്സിൽ നല്ല രസമായിട്ടോ. എനിക്കിങ്ങനെ ബാക്കിലോട്ട് കുറേ ഉണ്ട്. ഞാനതൊക്കെ പിടിച്ചിട്ട് ബ്രൈഡ്സ്മെയ്ഡിൻ്റെ ബ്യൂട്ടി അതാണല്ലോ. To the city streets, we began to feel the fire. വിളിച്ചോട്ടോ എൻഗേജ്മെൻറ്റിനെ വിളിച്ച് സെയിം ഡാൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല. പ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നല്ല കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു എല്ലാവരും കളിച്ചത്. അതിൻ്റെ ഇടയിൽ കുറേ സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞപ്പോഴേക്കും മടുത്തായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് വേഗം ഞങ്ങളുടെ ട്രെയിനൊക്കെ വേഗം ഉണ്ടായിരുന്നു. നേരത്തെ ആയിരുന്നുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും പുറത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നിന്ന ഹോട്ടലിലേക്ക്. Our hearts beat to the city streets. We began to feel the fire. We rise. എനിക്കാണെങ്കിൽ ഇനിയിപ്പം വേഗം ചെന്നിട്ട് വേഗം യാത്ര ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞങ്ങൾ 4 പേരും ഇപ്പോൾ വേഗം ഞങ്ങളുടെ ട്രെയിനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് വയനാട് വരെ എത്തണമല്ലോ. അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിലേക്ക് ഞാൻ ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് പോകണം. ഇങ്ങനെ ഞങ്ങൾ ബസ്സിൽ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട് 4 പേരും ഏകദേശം അടുത്തടുത്തായിരുന്നു. വൈശാഖും വൈഫും പിന്നെ ഞാനും ശ്രീലക്ഷ്മിയും. അപ്പം ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കോഴിക്കോട് നിന്ന് ഒറ്റയ്ക്ക് വന്നത്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി, എന്താ പറയുക, സന്തോഷത്തോടെ ഇരുന്നൊരു ദിവസമായിരുന്നു. എന്താ പറയുക, ഫ്രണ്ട്സൊക്കെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ കല്യാണമൊക്കെ കഴിക്കാൻ ചെറുതായിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ.